ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ സ്കിന്നിൻ്റെ കളർ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് അതുപോലെ തിളക്കമുള്ളതായിട്ടും ഫെയർ ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതിന് പറ്റിയ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തരുന്ന, ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്ന ഒരു അടിപൊളി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പൗഡർ അല്ലെങ്കിൽ ബോഡി വാഷ് പൗഡറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് റൈസ് പൗഡറാണത്. കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഇത് യൂസ് ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റും തന്നെ ഇല്ല. ബീട്രൂട്ട് പണ്ട് മുതൽക്കേ തന്നെ ബ്ലഷ് ആയിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും റോസ് ചീക്സിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി പിഗ്മെൻറ്റേഷൻ എല്ലാം തടഞ്ഞ് നല്ലൊരു തിളക്കമുള്ള ഫെയർ കോംപ്ലക്ഷനുള്ള സ്കിൻ നമുക്ക് തരും. അതുമാത്രമല്ല, ഇതിലടങ്ങിയിട്ടുള്ള അയൺ, പ്രോട്ടീൻ, ഫോസ്ഫറസ് എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് നമുക്ക് ലഭിക്കുന്നത് ഒരു പിങ്കിഷ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും. ഡെഡ് സ്കിൻസ് ഒക്കെ ഫ്ലേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡാർക്ക് സർക്കിൾസ് പോകാൻ വേണ്ടിയിട്ടും ഐ ബാഗ്സ് മാറാൻ വേണ്ടിയിട്ടും ഒക്കെ ബീട്രൂട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടാണ്. നല്ല പിഗ്മെൻറ്റേഷനുള്ള, നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ എടുക്കുക. ഒരു പീലറിൻ്റെ സഹായത്തോടെ തന്നെ നന്നായിട്ട് പീൽ ഓഫ് ചെയ്യുക. നല്ലപോലെ ഇതേപോലെ പീൽ ചെയ്തെടുക്കുക. എന്തെങ്കിലും അഴുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുള്ള പാർട്സ് മാത്രം എടുക്കുക കേട്ടോ. ഇനി ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഞാൻ കത്തി ഉപയോഗിച്ചുകൊണ്ട് ചെറിയ പീസസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വളരെ ചെറിയ പീസസ് ആക്കി മാറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതുകൊണ്ടിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിൽ ഗ്രൈൻഡ് ചെയ്യുന്ന ജാർ എടുക്കുക. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം മതിയാവും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ടൈറ്റ് ചെയ്ത് അടച്ചതിന് ശേഷം മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക. എത്ര ഫൈനായിട്ട് അരയ്ക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. അത്രയും നമുക്ക് ജ്യൂസ് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നല്ലപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിപ്പ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചെറിയ അരിപ്പ എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസിന് നല്ലൊരു കട്ടിയുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കൈ ഉപയോഗിച്ചുകൊണ്ട് പിരിഞ്ഞൊക്കെ കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ സ്റ്റെയിൻ നമുക്ക് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എത്രയൊക്കെ ഫൈനായിട്ട് അരിച്ചെടുത്താലും കുറച്ചൊക്കെ ഇതിൻ്റെ ആ ഒരു തരിയൊക്കെ ചാടാൻ ചാൻസ് ഉണ്ട്. സോ ഒന്നുകൂടി നമുക്കിത് രണ്ടാമത് അരിച്ചെടുക്കണം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇതിന് തിളപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത്. സോ ഇതിലേക്ക് തന്നെ ഞാൻ ഡയറക്റ്റ് അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നോ അത്രത്തോളം നമ്മൾ കൂടുതൽ ടൈം എടുക്കേണ്ടി വരും ഇതേപോലെ തിളപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റെയിൻ റെഡിയായി കിട്ടും. അപ്പോൾ ഇത് പാല് തിളച്ച് പൊങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. ചെറിയ കുട്ടികളൊക്കെ ചെയ്യുവാണെങ്കിൽ കെയർഫുൾ ആയിരിക്കണം. എപ്പോഴാണ് ഇത് ഓഫ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പത മുഴുവനും പോകും. അതിനുശേഷം ഇതൊരു തിക്കായിട്ട് ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു ലിക്വിഡായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഗ്ലേസ് ഒക്കെ കണ്ടല്ലോ. അപ്പോൾ നമുക്കിത് ആറിക്കാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാനിങ്ങനെ വച്ചു കൊടുത്തിട്ടുണ്ട് ഈ പാത്രം. അതിനുശേഷം കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവനായിട്ടും ചൂട് പോകേണ്ട ആവശ്യമില്ല. ചെറിയ ചൂടിൽ നമുക്ക് ഇതിലേക്ക് റൈസ് പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ആറിയപ്പോൾ തന്നെ നല്ലൊരു കളറുള്ള അടിപൊളി സ്റ്റെയിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി എടുക്കാം. ഇത് പത്തിരിക്ക് അല്ലെങ്കിൽ അപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ്. പുട്ടിൻ്റെ പൊടി എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് അല്പാൽപമായിട്ട് ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിപ്പൊടിയുടെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. സ്കിന്ന് നല്ലപോലെ യൂത്തായിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ട്, മുഖക്കുരുവൊക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒക്കെ അതിനെ തടയുന്നത് ആണ് ഈ ഒരു റൈസ് പൗഡർ. കൊറിയൻ ബ്യൂട്ടി സീക്രട്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവരെപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണിത്. അപ്പോൾ അത് നമുക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഇതേ രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അരിപ്പൊടിയുടെ ആവശ്യമുണ്ട്. നല്ല പൗഡർ ഫോമിലേക്ക് നമുക്ക് വരേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എന്നാൽ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ റൈസ് പൗഡർ കൂടുതലും ഈ ഒരു പിഗ്മെൻറ്റേഷൻ കുറവായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ ചൂടാറിയത് കൊണ്ടിട്ട് ഞാൻ കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാണ്. കുറച്ചുകൂടി പൗഡറിൻ്റെ ആവശ്യമുണ്ട്. സോ ഞാനിപ്പോൾ ടോട്ടൽ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു പുട്ടൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ഭാഗം മാത്രം ഇതിങ്ങനെ നിറച്ച് കൊടുത്ത് അടിച്ചെടുക്കുക.
നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന നേരത്ത് ഇതേപോലെ അരച്ചെടുക്കുമല്ലോ, അതുപോലെ തന്നെ ജസ്റ്റ് പൾസ് അമർത്തിയിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. നല്ല പിഗ്മെൻറ്റേഷനുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് പൗഡർ അല്ലെങ്കിൽ ബോഡി വാഷ് പൗഡർ തന്നെയാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. ഒട്ടും തന്നെ വെള്ളമയം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കുറേ നേരം പുറത്ത് തന്നെ വച്ചേക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു വലിയ പാത്രത്തിലേക്ക് വിടർത്തി ഇട്ടിട്ട് വയ്ക്കാം. വെള്ളമയം ഒട്ടും തന്നെ ഇല്ലാതാവുമ്പോൾ നമുക്കൊരു കുപ്പിയിലേക്കിട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പം നല്ല പോലെ നമ്മുടെ ഈ പൗഡർ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ, കറക്റ്റ് രീതിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് പനിനീരിൽ മിക്സ് ചെയ്തോ, പാലിൽ മിക്സ് ചെയ്തോ, അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടോ, തൈരിൽ മിക്സ് ചെയ്തോ ഒക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് ഇതിലേക്ക് കുറച്ച് പാല് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല പോലെ ഇത് പൗഡറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. അല്പം പാല് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ ഞാൻ സാധാരണ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ കാണിക്കുമ്പോൾ ഞാൻ പാൽ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഡ്രൈ ആക്കരുത്. ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് കഴുകി കളയാം. കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ്. എന്ത് കളറാ ഇത്? എന്ത് കളറാ? ഇനി എന്തുണ്ടാക്കുക? ഇന്നൂസിന് ഇതുവരെ സൈഡ് എഫക്ട്സ് ഒന്നും വന്നിട്ടില്ല. കുട്ടികൾക്കും ഉപയോഗിക്കാം. സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. റിസൾട്ട് ഒരു 2 ആഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലപോലെ റിസൾട്ട് വരുന്ന ഒന്നാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിന് മുന്നേ ബീട്രൂട്ട് ലിപ് ബാമിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 100% നാച്ചുറൽ ആയിട്ടുള്ള റെസിപ്പീസ് തന്നെയാണിത്. സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതൊന്ന് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. 48K വ്യൂസ് വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഓഫ് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാം റെസിപ്പീസും DIYസും ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നാളെ 5 മണിക്ക് കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ, സീ യു.